ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ മുൻപ് സബ്സ്ക്രൈബ് ചെയ്ത ആളാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സർക്കിളിലുള്ള ട്രേഡേഴ്സിനായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഡാറ്റയിലേക്ക് പോകാം. ഓപ്ഷൻസ് ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ട്രേഡേഴ്സ് അരീന ഗ്രൂപ്പ് എല്ലാ ആഴ്ചയിലും സൗജന്യമായി നടത്തുന്ന ഓപ്ഷൻസ് ട്രേഡിങ്ങിൻ്റെ ക്ലാസ് ഇന്ന് വൈകുന്നേരം 7:30 ഗൂഗിൾ മീറ്റിൽ നടക്കുന്നുണ്ട്. ഈ വരുന്ന തിങ്കളാഴ്ച, അതായത് മെയ് 1 മാർക്കറ്റ് അവധിയാണ്. മഹാരാഷ്ട്ര ദിനം എന്നാണ് NSEയുടെ ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും തിങ്കളാഴ്ച മാർക്കറ്റ് അവധി ആയതുകൊണ്ട് ഇനി ചൊവ്വാഴ്ച അന്നേ ദിവസം നിഫ്റ്റിയുടെ അവധിയാണ്, നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. തീർച്ചയായിട്ടും അത് കൂടി മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം ചൊവ്വാഴ്ച മാർക്കറ്റിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഡാറ്റ പരിശോധിക്കാം. ഏപ്രിൽ മാസത്തെ അവസാനത്തെ ട്രേഡിംഗ് ഡേ ആയിരുന്നു ഇന്ന്. ഏപ്രിൽ മാസത്തെ എക്സ്പയറി ഡേ പോലും വളരെ കൃത്യമായ ഒരു പ്രോഫിറ്റോ അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റോ കൊടുക്കാതെ മാർക്കറ്റ് നിരങ്ങി നീങ്ങിയപ്പോൾ ഇന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ മാസം അവസാനിച്ചിരിക്കുന്നത്. നമ്മുടെ ഗ്രൂപ്പിലും നമ്മുടെ ലെവൽസും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ഉള്ള ഒരു സമയത്ത് മോർണിംഗ് സെഷനിൽ കാര്യമായ ഒരു മൂവ്മെൻറ്റ് തരാതെ റേഞ്ച് ബൗണ്ടായിട്ട് മാർക്കറ്റ് നീങ്ങിയപ്പോൾ ഒരു പരിധി വരെ നിരാശപ്പെടുത്തുന്ന രീതിയിൽ തന്നെയായിരുന്നു ആ ഒരു പെർഫോമൻസ്. പക്ഷേ ആഫ്റ്റർനൂൺ സെഷനിൽ ഏകദേശം 2 മണിക്ക് ശേഷം മാർക്കറ്റിലുണ്ടായ ഒരു കിടിലൻ മൂവ്മെൻറ്റിലൂടെ നമ്മുടെ ലെവൽസിലുള്ള മന്ത്ലി ലെവൽസിൽ വരുന്ന അവസാനത്തെ ടാർഗറ്റും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റി ഇന്ന് അച്ചീവ് ചെയ്തിട്ട് വളരെ മനോഹരമായ ഒരു ക്ലോസിങ് അല്ലെങ്കിൽ മനോഹരമായ ഒരു മാസ അവസാനമാണ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് മാർക്കറ്റ് ഡാറ്റ പരിശോധിക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കാം. ലിവറേജ് ഒഴിവാക്കിയതും ഈ ഒരു വൊളാറ്റിലിറ്റി കുറയാൻ വളരെയധികം സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. കാരണം ലിവറേജ് ആയിരുന്നു ഏറ്റവും കൂടുതൽ മാർക്കറ്റിനെ പറപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവം. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, കഴിഞ്ഞ വർഷം ആ ലിവറേജ് അവസാനിച്ചതോടുകൂടി മാർക്കറ്റിൽ വളരെ ചെറിയ മൂവ്മെൻറ്റ് മാത്രമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോ ലിവറേജ് ഇല്ലാത്തതും പിന്നെ കുറേ റെഗുലേഷൻസ് വന്നതും ഒക്കെ ആയിട്ട് വൊളാറ്റിലിറ്റി നന്നായിട്ട് കുറയുന്നുണ്ട്. ഈ ഇന്ത്യ വിക്സ് കുറയുന്നത് കൊണ്ട് മാർക്കറ്റ് കയറില്ല, മുകളിലോട്ട് പോവില്ല അല്ലെങ്കിൽ താഴോട്ട് പോവില്ല എന്നൊന്നും കരുതി പോകരുത് കേട്ടോ. അതായത് ഒരു ദിവസത്തിൽ വരുന്ന അപ്പ് ഡൗൺ മൂവ്മെൻറ്റ്സിൻ്റെ ആ ഒരു ഫ്ലക്ച്വേഷനെയാണ് പ്രധാനമായിട്ടും ഇത് ലക്ഷ്യം വയ്ക്കുന്നത്. സോ ആ ഒരു ഫ്ലക്ച്വേഷൻ കുറയുകയാണ് എന്നതാണ്. ആ ഫ്ലക്ച്വേഷനിലാണ് ഇൻട്രാഡേ ട്രേഡേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുക. അങ്ങനെയുള്ള ആ അപ്പ് ഡൗൺ മൂവ്മെൻറ്റ് കുറയുമ്പോൾ ഒരു ഗ്രാജുവലായിട്ട് വൺ സൈഡ് മൂവ്മെൻ്റ് ഒക്കെ ഇതിനകത്ത് കൃത്യമായിട്ട് കിട്ടും. അതൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാനും പറ്റും. നമുക്ക് ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയും നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 43,000-ൽ നിന്നും 45 പോയിന്റ് ഗ്യാപ്പോട് കൂടി 43,045 ഇന്ന് ആരംഭിച്ചത്. ഡേ ഹൈ 43,302, ഡേ ലോ 42,810 വന്നത് വഴി 491 പോയിന്റിന് അഥവാ 1.14% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 40,045-ൽ നിന്നും 188 പോയിന്റ് ലാഭത്തോടു കൂടി 43,233 ഇന്ന് ബാങ്ക് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തതായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 233 പോയിന്റിൻ്റെ ലാഭമാണ് ബാങ്ക് നിഫ്റ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 19,097-ൽ നിന്നും 12 പോയിന്റ് ഗ്യാപ്പോട് കൂടി 19,109 ഇന്ന് ആരംഭിച്ചത്. 19,189 ഡേ ഹൈയും 18,977 ഡേ ലോയും വന്നത് വഴി 211 പോയിന്റിൻ്റെ അഥവാ 1.11% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 19,109-ൽ നിന്നും 53 പോയിന്റ് ലാഭത്തോടു കൂടി 19,162 നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തേതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 165 പോയിന്റിൻ്റെ ലാഭമാണ് നിഫ്റ്റി ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ 2 സ്റ്റോക്കുകൾ മാത്രമാണ് ഇന്ന് ഒരു 2% കൂടുതൽ നഷ്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ 2% കൂടുതൽ പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് വിപ്രോ, SBIN, REC ലിമിറ്റഡ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, PFC, നെസ്ലെ ഇന്ത്യ, L&T, ITC, IEX, IDFC ഫസ്റ്റ് ബാങ്ക്, ICICI പ്രൂലി, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, HDFC ലൈഫ്, ചോല ഫിനാൻസ്, ബ്രിട്ടാനിയ, AU ബാങ്ക്, അപ്പോളോ ഹോസ്പിറ്റൽ, അദാനി പോർട്സ്, അദാനി എൻ്റർപ്രൈസസ് ഇത്രയും സ്റ്റോക്കുകൾ 2% കൂടുതൽ ലാഭം ഉണ്ടാക്കിയപ്പോൾ ശ്രീറാം ഫിനാൻസും ആക്സിസ് ബാങ്കും 2% കൂടുതൽ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശ്രീറാം ഫിനാൻസ് 5% കൂടുതലും, ആക്സിസ് ബാങ്ക് ഇന്നലെ റിസൾട്ട് നെഗറ്റീവ് ആയതിനാൽ 2.43% നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 13,577 കോടിയുടെ ബൈയിങ്ങും 10,273 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 3,304 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ ഇന്ന് പ്രകടമായത്.
ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 6319 കോടിയുടെ ബൈങ്ങും 6055 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 264 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ നിന്ന് പ്രകടമായത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 3568 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ആയിട്ട് നടത്തിയിരിക്കുന്നത്. 3568 കോടി എന്ന് പറയുന്നത് വളരെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. തീർച്ചയായും ഇത്രയും പണം മാർക്കറ്റിൽ വന്നതോടുകൂടി, അതായത് എനിക്ക് തോന്നുന്നു ഇത് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് നടന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിനുശേഷമാണ് മാർക്കറ്റിൽ നല്ലൊരു ബൂമിംഗ് ഉണ്ടായതും നമ്മുടെ എല്ലാ ടാർഗറ്റ്സും അച്ചീവ് ചെയ്യപ്പെട്ടതും. സ്വാഭാവികമായിട്ടും നമുക്ക് ഇനിയും വരുന്ന ദിവസങ്ങളിൽ നല്ല രീതിയിലൊരു അപ്പ് മൂവ്മെൻറ്റ് തന്നെ വരും എന്ന് നോക്കാം. എന്തായാലും ഇന്ന് മാസം അവസാനം ആയതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റീസ് മന്ത്ലി വൈസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. ഈ മാസത്തെ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 1,29,040 കോടിയുടെ ബൈയിങ്ങും 1,23,328 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 5,712 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 1,07,084 കോടിയുടെ ബൈയിങ്ങും 1,04,867 കോടിയുടെ സെല്ലിങ് നടത്തിയത് വഴി 2,217 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. രണ്ട് കൂട്ടരും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും രണ്ട് കൂട്ടരും ബൈയിങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിട്ടുള്ളത്. ഓൾ ടുഗദർ 7,929 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഏപ്രിൽ മാസത്തിൽ നടത്തിയിരിക്കുന്നത്. താഴോട്ട് പോയ മാർക്കറ്റിനെ തിരിച്ച് മുകളിലോട്ട് പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവരുടെ സംഭാവനകൾ വളരെ വലുത് തന്നെയാണ്. നമുക്കത് മാറ്റി നിർത്താൻ സാധിക്കില്ല. ഇന്നുണ്ടായിരുന്ന ഒരു അപ്പർ മൂവ്മെൻറ്റും തീർച്ചയായിട്ടും ഇവരുടെ സംഭാവന തന്നെയാണ്. ഇനി നമുക്ക് റിസൾട്ടുകളുടെ കലണ്ടർ നോക്കാം. 29, 30, 31, 31 ഈ മാസം ഇല്ലെന്ന് തോന്നുന്നു. 30 കഴിഞ്ഞാൽ പിന്നെ 1-ാം തീയതി മാർക്കറ്റ് അവധിയാണ്. സോ അത്രയും ദിവസത്തെ റിസൾട്ടുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സുമിത് വുഡ്സ് സെൻട്രൽ ഡിപ്പോസിറ്റ്, അതായത് CDSL, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, GHCL ലിമിറ്റഡ്, IDBI ബാങ്ക് ലിമിറ്റഡ്, IDFC ബാങ്ക് ലിമിറ്റഡ്, കൈത്താൻ കെമിക്കൽസ്, കൊടാക് മഹീന്ദ്ര ബാങ്ക്, ക്വാണ്ടം പേപ്പേഴ്സ്, LG ബാലകൃഷ്ണൻ ആൻഡ് ബ്രദേഴ്സ് ലിമിറ്റഡ്, പരാഗ് മിൽക്ക് ഫുഡ് ലിമിറ്റഡ്, റൊസാരി ബയോടെക് ലിമിറ്റഡ്, സാറ്റൻ ക്രെഡിറ്റ് കെയർ നെറ്റ്വർക്ക് ലിമിറ്റഡ്, സേഷായ സായി പേപ്പർ ബോർഡ്സ്, സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ്സ് ലിമിറ്റഡ്, ആരത്തി ഡ്രഗ്സ് ലിമിറ്റഡ്, വെൽത്ത് ഫസ്റ്റ് പോർട്ട്ഫോളിയോ മാനേജേഴ്സ്, കൺട്രി ക്ലബ് ഹോസ്പിറ്റാലിറ്റി, ബെഡ് മുത്ത ഇൻഡസ്ട്രീസ്, പഞ്ച് പൈസ ക്യാപിറ്റൽ, ഹോം ഫസ്റ്റ് ഫിനാൻസ്, കീ ഇൻഡസ്ട്രീസ്, മിറ്റൽ ലൈഫ് സ്റ്റൈൽ ലിമിറ്റഡ്, മോൾട്ട് ടെക് ടെക്നോളജീസ്, ന്യൂജൻ സോഫ്റ്റ്വെയർ, NK ഇൻഡസ്ട്രീസ്, സാസ്കൻ ടെക്നോളജീസ്, സ്പന്ദന സ്ഫൂർട്ടി ഫിനാൻഷ്യൽ ലിമിറ്റഡ്, ടാറ്റ സ്റ്റീൽ ലിമിറ്റഡ്, UCO ബാങ്ക്, ഉർജ ഗ്ലോബൽ ഞാൻ കുറേ കാലം ഹോൾഡ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു. നല്ല കുഴപ്പമില്ലാതൊരു റിസൾട്ട് കിട്ടിയതാണ് എനിക്ക്. അത് വളരെ പെന്നിയായിട്ടുള്ള, അന്ന് ഞാൻ 1.5 രൂപക്കോ 2 രൂപക്കോ ആയിരുന്നു അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ 9 രൂപക്കാണ് ഞാനത് കൊടുത്തത്. ഇത്രയും സ്റ്റോക്കുകൾ, ഇത് ലിസ്റ്റ് വളരെ വലുതാണ്. ഇത്രയും സ്റ്റോക്കുകളാണ് നമുക്ക് ഈ ഒരു 3 ദിവസത്തിൽ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. ടാറ്റ സ്റ്റീൽ, അങ്ങനെ കുറച്ച് കമ്പനികൾ മാത്രമാണ് ഒരു മേജറായിട്ട് ഞാൻ അതിനകത്ത് ശ്രദ്ധിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. ഞങ്ങൾക്ക് മോർണിംഗ് സെഷനിൽ ഏകദേശം 4.5% സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട് ലോസിലേക്ക് പോയി. ഞങ്ങൾ ആഫ്റ്റർനൂൺ സെഷനിലുണ്ടായ ബ്രേക്ക് ഔട്ട് പ്രോപ്പറായിട്ട് ക്യാപ്ചർ ചെയ്തതുകൊണ്ട് 34,853 രൂപയുടെ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തത്. അതായത് 34.85%, വളരെ വലിയൊരു പ്രോഫിറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു മാസത്തിൽ, ഏപ്രിൽ മാസത്തിൽ 128 ട്രേഡുകളിൽ നിന്ന് 2,32,103 രൂപ 50 പൈസയാണ് പ്രോഫിറ്റായിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഇന്ന് ഓപ്പണായത് R2-വിലാണ്. അതായത് 17,945 ആയിരുന്നു R2 ലെവൽ കൊടുത്തത്. അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നിട്ട് R1-ൽ ഒരു സപ്പോർട്ട് എടുത്തു. നിങ്ങൾക്ക് ഈ ലെവൽസ് കാണുമ്പോൾ അതിൻ്റെ കൃത്യത മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. എന്നിട്ട് R1-ൽ നിന്നാണ് തിരിച്ച് R1-ന് താഴോട്ട് പോയി, ചെറുതായി താഴോട്ട് പോയിട്ട് കൃത്യമായിട്ട് ഒരു എൻട്രി എടുക്കാൻ പാകത്തിൽ എല്ലാ കണ്ടീഷൻസും സെറ്റ് ചെയ്ത് കൊടുത്തിട്ട്, അതാണ് റാസ് ലെവൽസിൻ്റെ ബ്യൂട്ടി. അവിടെ നിന്ന് എൻട്രി എടുത്തിട്ട് നേരെ പോയിരിക്കുന്നത് യെസ്റ്റർഡേ ഹൈ 17,931 കട്ട് ചെയ്തു, R2 കട്ട് ചെയ്തു 17,945, R3 കട്ട് ചെയ്തു 17,982, പിന്നെ ഇന്ന് പറഞ്ഞിരിക്കുന്ന 18,060 എന്ന ലെവലിൽ പോയിട്ട് അതും കൂടി ക്രോസ് ചെയ്ത് പ്രോപ്പർലി ട്രേഡുകൾ എക്സിറ്റ് ചെയ്യാൻ പാകത്തിന് സമയം കൊടുത്തതിന് ശേഷം മാർക്കറ്റ് 18,065 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്.
ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ യെസ്റ്റർഡേ ഹൈയിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന് S1 വരെയും താഴോട്ട് ഇറങ്ങിപ്പോയി. നോ ട്രേഡ് സോണൊക്കെ കട്ട് ചെയ്ത് താഴെ ഇറങ്ങി S1 സപ്പോർട്ട് എടുത്ത് 11.25 തിരിച്ച് മാർക്കറ്റ് ഉയർന്നു തുടങ്ങിയത്. നോ ട്രേഡ് സോൺ കട്ട് ചെയ്ത് ബ്രേക്ക് ഔട്ട് ലൈൻ, അതായത് 42.891 കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുമ്പോൾ എൻട്രി എടുത്തവർക്ക് പിന്നീട് അങ്ങോട്ട് ഇന്ന് കൃത്യമായ മാസം അവസാനമായതുകൊണ്ട് തന്നെ 43.261 എന്ന ലെവൽ കൃത്യമായി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ടാർഗറ്റായിട്ട്. ഇന്നലത്തെ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത് അച്ചീവ് ചെയ്യണം എന്ന രീതിയിൽ. സോ അത് മാർക്കറ്റ് പിന്നീട് ഒന്നും നോക്കേണ്ടി വന്നില്ല. സ്ട്രൈറ്റ് അവിടെ കോൾ ഓപ്ഷൻ വാങ്ങിച്ചിട്ട് കാത്തിരുന്നവർക്ക് മുഴുവനായിട്ട് 100% കൂടുതൽ പ്രോഫിറ്റ് ഇന്ന് മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് 42.890 42,900 എൻട്രി എടുത്തവർക്ക് 300 പോയിന്റ് സ്ട്രൈറ്റ് അവേ 300 പോയിന്റിൽ കൂടുതൽ പ്രോഫിറ്റാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും 100% പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ളത് തന്നെയാണത്. ഫിൻ നിഫ്റ്റിയും നേരെ തിരിച്ചല്ല, ഇന്ന് ഓപ്പൺ ആയത് യെസ്റ്റർഡേ ഹൈയിലാണ്. അവിടെ നേരെ ഒറ്റ ഫോൾ ആയിരുന്നു താഴോട്ട്. S1 പോയിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ ഡേ ലോ വരും എന്ന് കരുതിയിരുന്ന യെല്ലോ ലൈനിൽ പോയി സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് അവിടുന്ന് പതുക്കെ പൊങ്ങി ബ്രേക്ക് ഔട്ട് ലൈൻ 19.046 ക്രോസ് ചെയ്തപ്പോൾ എൻട്രി എടുത്തവർക്ക് തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ട് നമ്മളുടെ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് തിരിച്ച് മാർക്കറ്റ് 19,150 വന്നിട്ട് ഹോൾട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. മാസം അവസാനമാണ്. വളരെ മനോഹരമായ ഒരു റാലിയാണ്. കാരണം ഇന്ന് വളരെ മോർണിംഗ് സെഷനിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, മോർണിംഗിൽ മാർക്കറ്റ് റിവേഴ്സലാണ് പോയത്. താഴോട്ട് ഇറങ്ങിയ മാർക്കറ്റ് പിന്നെ അത് തിരിച്ച് കയറി അന്നത്തെ ഓപ്പണിങ്ങിൻ്റെ മുകളിലായിരുന്നു നമ്മുടെ പ്രതീക്ഷിച്ചിരുന്ന ടാർഗറ്റ്. തീർച്ചയായിട്ടും 3 ഇൻഡെക്സിൻ്റേതും വളരെ മനോഹരമായിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ഓവറോൾ മാർക്കറ്റ് പാറ്റേൺ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ചാർട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇതാ ഇവിടെ നോക്കൂ, എവിടെ നിന്ന് തുടങ്ങിയതാണ്. ഞാൻ എല്ലാ ദിവസവും വരയ്ക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇതാ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നീട് റാലി തുടങ്ങും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഇവിടെ ഒരു 2 കേസാണ് നോർമലി പറയാറുള്ളത്. അപ്പം ഫസ്റ്റ് 99% സാധ്യത ഇവിടെ മാർക്കറ്റ് അച്ചീവ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടും അത് കിട്ടിയിട്ടുണ്ട്. കാരണം റാസ് ലെവൽസിന് അത്രയും ആക്യുറസി ഉള്ളതാണ്. സോ ആ ഒരു ടാർഗറ്റ് തരാതെ മാർക്കറ്റ് പോവില്ല എന്ന കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ 18.060 എന്നുള്ളതിന് കട്ട് ചെയ്തിട്ട് 88 വരെയും മാർക്കറ്റ് കയറി ട്രേഡ് എല്ലാം എക്സിറ്റ് ചെയ്യാൻ ഏകദേശം 8 മിനിറ്റോളം ടൈം കിട്ടിയിരുന്നു. ആ ടൈമിൻ്റെ ഇടയിൽ എല്ലാ ട്രേഡും എക്സിറ്റ് ചെയ്ത് വളരെ പീസ്ഫുള്ളായിട്ട് ആൾക്കാർ ട്രേഡേഴ്സ് മാർക്കറ്റിൽ നിന്ന് മാറിയ ശേഷം മാർക്കറ്റ് ഒരു പുൾ ബാക്ക് എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ നമ്മൾ ഈ മാസം പ്രതീക്ഷിച്ചിരുന്ന ഒരു ഹൈ 17.796 ആയിരുന്നു. അപ്പോൾ ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 18,800 മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇൻഡിപെൻഡൻ്റായി കിട്ടുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ബുള്ളിഷാണ് എന്ന് പറയാം എന്നുള്ളത്. ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ രീതിയിലും ഒരു കൺഫർമേഷൻ മാർക്കറ്റ് തന്നിട്ടുണ്ട്. 18,000 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഒരു 18,000 മുകളിൽ ട്രേഡിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്തായാലും മാർക്കറ്റിൻ്റെ പുതിയ ലെവൽസ്, മന്ത്ലി ലെവൽസ് ഞാൻ തിങ്കളാഴ്ചയോടുകൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇതുവരെ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. സോ ഹോപ്പ്ഫുള്ളി തിങ്കളാഴ്ച മാർക്കറ്റ് അവധിയാണ്, അന്ന് നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയും ഞാൻ ഇന്നലെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബാങ്ക് നിഫ്റ്റി ഇന്ന് ലോവർ ലെവലിൽ അതിൻ്റെ സപ്പോർട്ട് ലെവലിൽ ഇന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണ് മുകളിലോട്ട് കയറിയിരിക്കുന്നത്. സോ ഇവിടെ ഒരു റിവേഴ്സൽ വരില്ല എന്ന കാര്യത്തിൽ നമുക്ക് ഏകദേശം ഫൈനൽ കൺഫർമേഷൻ ആയി എന്ന് പറയാം. കാരണം ഇവിടുന്ന് ഇന്ന് ഓപ്പണായ സ്ഥലത്ത് നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന് സപ്പോർട്ട് ലൈൻ ടച്ച് ചെയ്ത് അത് ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് കയറിപ്പോവാണ് ചെയ്തത്. അപ്പോൾ 42.808 ടെസ്റ്റ് ചെയ്തിട്ടാണ് 43,210 പോയിരിക്കുന്നത്. 226 ഇപ്പോൾ മാർക്കറ്റ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലെവലിൽ 43,210 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ടും അത് നമുക്ക് വേണ്ട രീതിയിൽ മാർക്കറ്റ് തന്നിട്ടുണ്ട്. ഫിൻ നിഫ്റ്റിയുടെ ഫൈനൽ ടാർഗറ്റ് ഇവിടെ നമ്മൾ ഇന്നലെ ഈ ലെവൽസ് കുറേ ദിവസമായിട്ട് നിങ്ങൾ കാണുന്നതായിരിക്കും. ഇവിടെ ഇന്നലെ ഉണ്ടായിരുന്നത് 18,978 19,184 നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ്. ഇന്ന് മാർക്കറ്റ് പോയിരിക്കുന്നത് 18,189 എത്രയാണ് അതിൻ്റെ ആക്യുറസി എന്ന് നോക്കുക. വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് ഇവിടെ വേറെ ഫിൻ നിഫ്റ്റിയിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. സപ്പോർട്ട് ലെവൽ ടച്ച് ചെയ്ത് റീടെസ്റ്റ് ചെയ്തിട്ടാണ് കയറിപ്പോയിരിക്കുന്നത്. സോ ഇനി മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകും എന്ന് പ്രതീക്ഷിക്കാം. ഈ 3 ഇൻഡെക്സിൻ്റെയും മന്ത്ലി ലെവലിലുള്ള പുതിയ ചാർട്ട്, അതായത് മെയ് മാസത്തിലേക്കുള്ള ലെവൽസ് നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. പ്രീമിയം ഗ്രൂപ്പല്ല ഞാൻ പറയുന്നത്, ഫ്രീ ആയിട്ടൊരു ഗ്രൂപ്പുണ്ട് നമുക്ക് എല്ലാവർക്കും പരസ്പരം ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അവിടെ ആകുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകും. ഇനി നമുക്ക് മന്ത്ലി ലെവലിൽ ഇതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം.
ഇതാണ് മന്ത്ലി ലെവലുള്ള നിഫ്റ്റിയുടെ ചാർട്ട്. നോക്കൂ, കഴിഞ്ഞ ഏത് മാസമാണ്, നവംബറിലാണ് നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത്. അവിടെ നിന്ന് ഡിസംബർ മാസം മുതൽ അത് താഴോട്ടിറങ്ങി വന്ന് ജനുവരി താഴോട്ടായിരുന്നു, പിന്നെ ഫെബ്രുവരിയും താഴോട്ടായിരുന്നു. മാർച്ച് മാസത്തിൽ ഒരു ന്യൂട്രലായി ഒരു ഡോജ് ക്രിയേറ്റ് ചെയ്തു. സോ അതൊരു സിഗ്നലായിരുന്നു മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മന്ത്ലി ബ്രേക്ക് ഡൗൺ ലെവലും മന്ത്ലി ബ്രേക്ക് ഔട്ട് ലെവലും ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇത് വളരെ കൃത്യമായിട്ടും മന്ത്ലി ബ്രേക്ക് ഡൗൺ ലെവലായ 17,306 വന്നിട്ട് കൃത്യമായിട്ടും സപ്പോർട്ട് എടുത്തിട്ട് വളരെ ആക്യുറേറ്റ് ആയിട്ട് അവിടെയാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ചു കയറി. സോ അത് ഒരു വളരെ നല്ലൊരു സിഗ്നലായിരുന്നു ഇവിടെ നിന്ന് മാർക്കറ്റ് ബുള്ളിഷ് ആവുകയാണ് എന്നുള്ളത്. സോ ബ്രേക്ക് ഔട്ട് ലെവൽ കടന്നപ്പോൾ ഒരു കോൾ ഓപ്ഷൻ വാങ്ങിച്ചിരുന്ന ഒരാൾക്ക് ഈ എക്സ്പയറിക്ക് അത്യാവശ്യം ഒരു 400% എങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ട്രേഡാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. സോ നോക്കൂ, R1, R2, R3 3 ടാർഗറ്റാണ് നിഫ്റ്റിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. ഈ 3 ടാർഗറ്റ് വളരെ കൃത്യമായിട്ട് അത് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഇന്നത്തോടു കൂടി. സത്യം പറഞ്ഞാൽ ഇന്നലെ വരെയും ഇങ്ങനെ ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്തത്. പക്ഷേ ഇന്ന് കൃത്യമായിട്ട് ആ 3 ലെവലും അച്ചീവ് ചെയ്തിട്ട് തന്നെയാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. സോ റാസ് ലെവൽസിൻ്റെ ആക്യുറസി നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും ഇവിടെ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ 3 ലെവൽസ് അല്ല, കുറച്ച് കൂടുതൽ ലെവൽസ് ഉണ്ട്. കാരണം ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് അത്രയും ഹൈ ആണ്. സോ ഇവിടെ നിഫ്റ്റിയുടെ അത് പറഞ്ഞതുപോലെ തന്നെയാണ് മാർച്ച് മാസത്തിൽ നമുക്ക് ഡോജിയാണ് കിട്ടിയത്. ദെൻ ഏപ്രിൽ മാസത്തിൽ ബ്രേക്ക് ഔട്ട് ലെവലിൻ്റെ മുകളിലാണ് ഓപ്പൺ ആയത്. അവിടുന്ന് R1, R2, R3, R4, R5, R6, R7 ആയിരുന്നു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. R7 കൃത്യമായി അച്ചീവ് ചെയ്തിട്ട് ഫൈനൽ നമുക്ക് ഇന്നത്തോടുകൂടി റിസൾട്ട് തന്നിട്ടുണ്ട്. സോ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് കയറി പോവുകയാണ് മാർക്കറ്റ്. നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പാറ്റേൺ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നിന്ന് കയറിപ്പോയിട്ട് ഇവിടെ എത്തി. ഇത് മാസത്തിലുള്ള ചാർട്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ നിന്ന് വീണ്ടും ഇങ്ങനെയാണ് കയറി പോകാൻ ആഗ്രഹിക്കുന്ന മാർക്കറ്റ്. സോ അടുത്ത മാസത്തേക്ക് പുതിയ ലെവൽസ് കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതുവരെയും വെയിറ്റ് ചെയ്യുക. തിങ്കളാഴ്ചത്തോടു കൂടി നിങ്ങൾക്ക് ഈ ലെവൽസ് തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ അതിന് മുൻപേ ആയിട്ട് ലെവൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒരല്പം ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ് ഇതിൻ്റെ ലെവൽസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇനി ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയും മറിച്ചല്ല സംഭവിച്ചിരിക്കുന്നത്. ഇന്നത്തോടു കൂടി നമ്മുടെ എല്ലാ ടാർഗറ്റും അത് അച്ചീവ് ചെയ്ത് തന്നിട്ടുണ്ട്. മന്ത്ലി ലെവലിൽ നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി ഒരു താഴേന്ന് വന്നു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, താഴോട്ട് പോയി, വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇനി ബ്രേക്ക് ഔട്ടാണ് അടുത്തത് വരേണ്ടത്. സോ ഒരു നല്ലൊരു പോക്ക് ഫിൻ നിഫ്റ്റി എന്തായാലും ഒരു 20,000 എബവ് പോകും എന്നാണ്, വളരെ പെട്ടെന്ന് തന്നെ, അധികം താമസം ഇല്ലാതെ പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ മാസത്തിലുള്ള രീതിയിൽ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കി, ഡെയിലിയും നോക്കി, ഇനി നമ്മുടെ പ്രോഫിറ്റ്, അതേപോലെ റാസ് ലെവൽസിൻ്റെ ആക്യുറസി, ഇതെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് ഒന്ന് നോക്കിയിട്ടുണ്ട്. സോ നിങ്ങൾ ഇനി തിങ്കളാഴ്ച അവധിയാണ്. സോ ചൊവ്വാഴ്ച പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതിന് മുൻപായിട്ട് പുതിയ ലെവൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ, ബൈ.